കുന്നംകുളം നഗരസഭയിൽ ചേരി നിർമ്മാർജ്ജന പദ്ധതി പ്രകാരം മാറിയ 9 കുടുംബങ്ങൾ പട്ടയം ലഭിക്കാതെ 23 വർഷമായി നേരിടുന്ന ദുരിതം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ചർച്ചയായി. ജീവനക്കാരന്റെ കയ്യബദ്ധം മൂലം റോഡ് പുറമ്പോക്ക് എന്നതിനു പകരം തോട് പുറമ്പോക്ക് എന്ന് രേഖപ്പെടുത്തിയതായും ഇത് സംബന്ധിച്ച് സർക്കാരിന്റെ കത്ത് 6 മാസത്തിനു ശേഷം കൗൺസിലിൽ അവതരിപ്പിച്ചതും നടപടികൾ വൈകിപ്പിച്ചതായി കോൺഗ്രസിലെ ലബീബ് ഹസൻ കുറ്റപ്പെടുത്തി. പട്ടയമില്ലാത്തതിനാൽ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളടക്കം നിഷേധിക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കേണ്ട ബാധ്യത നഗരസഭയ്ക്കുണ്ടെന്ന് RMP അംഗം ബിനീഷ്, കോൺഗ്രസ് അംഗം മിനി മോൻസി എന്നിവരും ചൂണ്ടിക്കാട്ടി. വിഷയം പരിഹരിക്കാൻ നഗരസഭ റവന്യൂ MLA സംയുക്ത യോഗം വിളിക്കുമെന്ന് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉറപ്പു നൽകി. അതോടൊപ്പം ആർത്താറ്റിൽ H1N1 പനി പടരുന്ന വിവരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ നഗരസഭയെ അറിയിച്ചില്ലെന്ന് ചെയർപേഴ്സണും വൈസ് ചെയർമാൻ PG ജയപ്രകാശും ചൂണ്ടിക്കാട്ടിയെങ്കിലും രോഗവ്യാപനം തടയാൻ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അറിയിച്ചു. BJP അംഗം ശ്രീജിത്ത് ചൂണ്ടിക്കാട്ടിയ കുട്ടികളുടെ പാർക്കിലെ തകർന്ന കളി ഉപകരണങ്ങളുടെ പരാതി പരിഹരിക്കാൻ 25 ലക്ഷം രൂപ ചെലവഴിച്ച് ഉടൻ നവീകരണം ആരംഭിക്കുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ, കൗൺസിലർമാരായ ഷാജി ആലിക്കൽ, ഗീത ശശി, രജീഷ് കില്ലപ്പൻ, രഞ്ജിത്ത്, സോണി ഷാജി, ബീന ബാബു തുടങ്ങിയവരും സംസാരിച്ചു. അതിനുവേണ്ട സാധാരണ ഇത്തരം അസുഖം വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം നടപടികളാണ് എടുക്കേണ്ടതെന്ന് കൃത്യമായി മീറ്റിംഗിൽ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ നടപടികൾ എടുക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത്. അതിലുള്ള ഇത്തരം പന്നികളെ നമ്മൾ ദയാവധം ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ 10 കിലോമീറ്റർ ചുറ്റോളം നിരീക്ഷണത്തിലുണ്ട്. അതേപോലെ തന്നെ ഗീതാദോസ് പറഞ്ഞ പോലെ നമ്മുടെ അവിടെ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ഫാമുകൾ അധികമില്ല. നമുക്ക് ഇവിടെ ഉള്ളത് മൃഗാശുപത്രി തന്നെയാണ് ഒരു ഫാം ഉള്ളത്. അപ്പം ഇത്തരം പന്നി കർഷകരെ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാര്യം മൃഗാശുപത്രിയുടെ നേതൃത്വത്തിൽ തന്നെ അവരെ അറിയിച്ച് വേണ്ട നടപടികൾ എടുക്കുമെന്നാണ് ഇന്നത്തെ മീറ്റിംഗിൽ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്തരം കാര്യങ്ങൾ കൃത്യമായി നഗരസഭാ ഭാഗത്ത് ചെയ്യേണ്ട നടപടികൾ കൃത്യമായി ഇന്നലെ തന്നെ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.